ജന്മാദ്യസ്യേതോന്യാദിതരതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയ തേജോവാരി മൃതാം യഥാ വിനിമയോ യത്ര തിസർഗോ മുഷാദാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സഹകരിച്ചവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. തൃതീയ സ്കന്ധം, ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 7-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ശരിക്കും വരച്ച വിഷയം വിദുര പ്രശ്നങ്ങൾ എന്നാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലൊക്കെ ചോദ്യം അർത്ഥമാണ്. നമ്മൾ വിചാരിക്കുന്ന പ്രശ്നമല്ല. പ്രശ്നം എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥം. പ്രശ്നം വയ്ക്കുക, നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവുക ഒക്കെ ആയിട്ടോ നമ്മൾ പ്രശ്നം. ശരിക്കും സംസ്കൃത ഭാഷയിൽ ഹിന്ദിയിലും അതെ, ഈ പ്രശ്നിക്കുക, പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദ്യം എന്നർത്ഥമുള്ള ക്വസ്റ്റ്യൻ, അല്ലാണ്ട് ഒരു പ്രോബ്ലം എന്നുള്ള അർത്ഥം വരുന്നില്ല. അപ്പോൾ വിദുര പ്രശ്നങ്ങളാണ് ഈ അധ്യായത്തിൻ്റെ ഹെഡിങ്. ശരിക്കും പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് താൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്നതിലേക്കുള്ള ചോദ്യങ്ങൾ വിതുരൻ ചോദിക്കുകയാണ്. ഇവിടെ പറഞ്ഞു, എത്ര പുത്രേച്ച പൗത്രേച്ച നത്രിഭി സഹ ഗോത്രജേ പ്രജാ വിചിത്രാകൃതയ ആസന്യാഭിരിതം തതം. പുത്രന്മാർ, അവരുടെ പുത്രന്മാർ എന്ന ഭഗവാന്റെ പുത്രന്മാരും പൗത്രന്മാരും പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ഇങ്ങനെയുള്ള ഭഗവാന്റെ സൃഷ്ടി. അതുകൊണ്ട് ലോകം നിറഞ്ഞു എന്നാണല്ലോ. 16,108 പത്നിമാരും അവരുടെയൊക്കെ പുത്രന്മാരും എന്ന് പറയുമ്പോൾ ലോകം നിറഞ്ഞ് ആ സൃഷ്ടിയെ പറ്റിയിട്ടും അവരുടെ ചരിത്രത്തെക്കുറിച്ചും അവരുടെ പേരിനെക്കുറിച്ചും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രജാപതികൾ 8 പ്രജാപതിയോ മറ്റുണ്ട് എന്നാണ്. അപ്പോൾ എത്ര പ്രജാപതികളാണ് ഉണ്ടായത്? സർഗം വിസർഗം. ഈ സ്കന്ധത്തിൽ സർഗമാണ്, തൃതീയ സ്കന്ധം. അത് കഴിഞ്ഞാൽ വിസർഗമായി. വംശം, വംശവർദ്ധനവ്. ഇന്നലെ പറഞ്ഞു, മാവോ മാങ്ങയോ ആദ്യം ഉണ്ടായി, ഒരു തർക്കവും വേണ്ട, മാവന്നെയാണ് ഉണ്ടായത്. തെങ്ങോ തേങ്ങയോ ആദ്യം ഉണ്ടായത് തെങ്ങ് തന്നെ. എന്തിനാ സംശയിക്കണം? ഒന്നുമില്ലെങ്കിൽ ഭാഗവതം കൊണ്ട് ആ ഒരു സംശയമെങ്കിലും തീരാ. വംശം ഉണ്ടായിട്ടേ വംശാനുചരിതം ഉണ്ടാവുന്നുള്ളൂ. വംശം ഉണ്ടായിട്ടാണ് വംശവർദ്ധനവ് ഉണ്ടാവുന്നത്. ഞാൻ ഒരുപാട് കാലം ചിന്തിച്ചിട്ടുണ്ട്, തേങ്ങയാണോ തെങ്ങാണോ ആദ്യം ഉണ്ടായത്, മാങ്ങയാണോ മാവാണോ ആദ്യം ഉണ്ടായത്? എനിക്ക് എന്ന് ഭാഗവതത്തിന് ഉത്തരം കിട്ടി. ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് ഉത്തരം കിട്ടി. വംശം ഉണ്ടായിട്ടാണ് വംശവർദ്ധനവ് ഉണ്ടാവുക. തീർച്ചയാണല്ലോ അതിന്. വംശം എങ്ങനെ ഉണ്ടായി? ഈശ്വരൻ സൃഷ്ടിച്ചു. ഈശ്വരനിൽ വിശ്വാസമുള്ളവർക്ക് ഇതിനൊന്നും ഉത്തരം കിട്ടാൻ പ്രയാസമില്ല. ഈശ്വരനിൽ വിശ്വാസമില്ലാത്തവർക്ക് നല്ല പ്രയാസമാണ്. തേങ്ങ ഉണ്ടായി തെങ്ങ ഉണ്ടായെന്ന് ഇനി ചോദിക്കരുത്. ഈശ്വര വിശ്വാസികൾ ചോദിക്കരുത്. അല്ലാത്തവർ ചോദിക്കുക, അവർക്ക് ഉത്തരം കിട്ടില്ല. അത് വംശം ഈശ്വരൻ സൃഷ്ടിച്ചതാണ്. വംശവർദ്ധനവ് അതിൽ നിന്നുണ്ടായതാണ്. ഇതൊന്ന് ഉറപ്പിച്ചാൽ മതി. ആദ്യത്തെ വംശവും മനുഷ്യനും ആരുണ്ടാക്കി? ഈശ്വരൻ. അതിനെന്തിനാ മാവിൻ്റെ വിത്തോ തേങ്ങയോ ആവശ്യമില്ലല്ലോ. ഭഗവാന് ആവശ്യമുണ്ടോ തേങ്ങ ഉണ്ടാക്കാൻ? തേങ്ങ വേണ്ട. അതിൽ നിന്ന് തേങ്ങ ഉണ്ടായിട്ട് വംശവർദ്ധനവുണ്ടായി. അതിനെ പറയണം എന്ന് പറഞ്ഞു. ഇനി അടുത്തത്, ഏദേശാമഭി വംശാംശ. കണ്ടോ, വംശാനുചരിതാനിച, വംശവർദ്ധനവിൻ്റെ ചരിതം. ഉപര്യതശ്ചേ ലോക ഭൂമേർ മിത്രാത്മജാസത്തെ. എന്നല്ല പറഞ്ഞു. മുകളിലത്തെ ലോകങ്ങൾ ഏതൊക്കെയാണ്, താഴത്തെ ലോകങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ഈ ഭൂമി മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ, കാണുന്നത് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുക വയ്യല്ലോ. ഈശ്വരനെ പോലും നമ്മൾ കാണുന്നില്ല. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അധോലോകങ്ങൾ സാധാരണ 7 ഉപരിലോകങ്ങൾ 6
7 6 13, നടുവിൽ ഭൂമി. ഭൂമി രണ്ടും അല്ല. ഭൂമിയെ ആസ്പദപ്പെടുത്തിയിട്ടാണ് മോളയ്ക്ക് കീഴ്പ്പെട്ടതെന്ന് പറയണത്. മോളയ്ക്കയും കീഴ്പ്പെട്ടിൻ്റെ ആസ്പദം എന്താ? ഭൂമി. നമ്മൾ വസിക്കണ ഭൂമിയുടെ മോപ്പട്ടുള്ളതും ഉപരിലോകങ്ങളും താഴത്തേക്കുള്ളത് അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത് ചോദിച്ചു. ഉപരി അതശ്ച, അതാ കീഴ്പ്പെട്ടുള്ള ലോകങ്ങൾ. ഈ ലോക ഭൂമേർ മിത്രാത്മജാസതേ തേഷാം സംസ്ഥാനം പ്രമാണം ച ഭൂർലോകസ്ത വർണ്ണയ തിര്യങ് മാനുഷദേവാനാം സരീതൃവ പദത്രീണാം. മനുഷ്യന്മാർ, ദേവന്മാർ, പക്ഷികൾ മുതലായിട്ടുള്ളവയുടെ സൃഷ്ടി എനിക്ക് കേൾക്കണം, പറഞ്ഞു തരുമോ? വദന, ഞങ്ങളോട് സർഗസംവ്യൂഹം ഗാർഭസ്വേദോദ്ഭിതം. ഏതൊക്കെ തരത്തിലുള്ള സൃഷ്ടി ഉണ്ടാവുക? 4 തരത്തിലാണ് ഇവിടെ പറയണം. സസ്തനികൾ എന്ന് പറയുന്ന പ്രസവിച്ചുണ്ടാകുന്ന സൃഷ്ടി, മുട്ടയിട്ടിട്ടുണ്ടാവുന്ന സൃഷ്ടി, അണ്ടജം. ഈ അണലി ശരിക്ക് മുട്ട തന്നെയാണത്രേ. അത് വയറിൽ വെച്ച് പ്രസവിച്ചിട്ട് കുട്ടികൾ പുറത്തേക്ക് വരുന്നു എന്നാണ് പറയണതാണ് കേട്ടോ, നമുക്കിതൊന്നും അറിയില്ല. അതുകൊണ്ട് നമ്മൾ അണലി പ്രസവിച്ചുണ്ടാവും, ബാക്കി പാമ്പൊക്കെ മുട്ടയിട്ടുണ്ടാവുന്ന തെറ്റിദ്ധരിച്ച് എല്ലാതും മുട്ടയിട്ടിട്ട് തന്നെ ഉണ്ടാവണം. അതുകൊണ്ട് പാമ്പുകളൊക്കെ പൊതുവെ അണ്ടജത്തിൽ പെട്ടതാണ്, പ്രസവിച്ചുണ്ടാവണതല്ല. മുട്ട വയറിൽ നിന്ന് പ്രസവിച്ച് ആ കുട്ടികളായിട്ട് പുറത്തേക്ക് വരണു എന്നേ ഉള്ളൂ. അതാണ് അണ്ടജം. സ്വേദജം, വിയർപ്പിൽ നിന്നുണ്ടാകുന്നവ. പേന മുതലായിട്ടതൊക്കെ സ്വേദജാണ്. ഉദ്ഭിദം, മുളച്ചുണ്ടാകുന്ന പുല്ലുകൾ. അണ്ടജം, സ്വേദജം, ഉദ്ഭിദം, ഗാർഭസ്വേദദ്വിജോദ്ഭിദാം, പ്രസവിച്ചുണ്ടാകുന്ന സസ്തനികൾ. ഇവയെക്കുറിച്ചും പറഞ്ഞു തരണം. ഇതൊക്കെ ബയോളജിയ ഭാഗത്തിൽ. ഗുണാവതാരേർ വിശ്വസ്യ, ബോട്ടണിയും ബയോളജിയും ഒക്കെ ഉണ്ടതിലേ. ഗുണാവതാരേർ വിശ്വസ്യ സർഗസ്ഥിത്യഭയാശ്രയം സജത ശ്രീനിവാസത്യവാചക്ഷോദാരവിക്രമം. ആ ഭഗവാന്റെ അത്ഭുതകരങ്ങളായിട്ടുള്ള വ്യാപാരങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടി വർണ്ണിക്കുന്നത്. അവതാരങ്ങൾ എന്തൊക്കെയാണ് ഭഗവാന്റെ അവതാരങ്ങൾ? ഒരു വലിയ കൺസെപ്റ്റാണ് ഈ അവതാരം. അപ്പോൾ പറയാം, അപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം ചോദ്യം മാത്രമേ ഉള്ളൂ ഇവിടെ, എന്താണ് അവതാരം? ശരിക്കും വരികയാണെങ്കിൽ ഈ ലോകത്തിലത്തെ മുഴുവൻ സംഗതികൾ ഭഗവാന്റെ അവതാരമാണ്. 10 അല്ല, 100 അല്ല, 1000 അല്ല. ഭാഗവത്തിൽ വേണ്ട ഭഗവാന്റെ അവതാരങ്ങളെ സംഖ്യ ഇട്ട് നിർണ്ണയിക്കാൻ സാധ്യമല്ല. അത് ഫസ്റ്റ് 3-ാമത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞു. നമ്മൾ പറയും ദശാവതാരം, എല്ലാം ഭഗവാന്റെ അവതാരമാണ്. ഒരു എറുമ്പാണെങ്കിലും പൂച്ചയാണെങ്കിലും ജീവജാലങ്ങളടക്കം ഭഗവാന്റെ ശക്തി അതിലുണ്ട്. അതൊരു മഹത്തായ ദർശനമാണ്. ആണ് അവതാരങ്ങൾ ചോദിച്ചത്. വർണ്ണാശ്രമ വിഭാഗാംശ രൂപശീല സ്വഭാവത. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര 4 വിഭാഗങ്ങൾ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്? ഋഷീണാഞ്ജന്മകർമാദി വേദസ്ഥജ വികർഷണം. വേദങ്ങൾ എങ്ങനെയാണ് 4 ആയത്? ഋഷികളുടെ ജന്മകർമ്മങ്ങൾ ഏവ. യജ്ഞസ്ഥജ വിധാനാനി യോഗസ്ഥജ പദപ്രഭോ. യജ്ഞം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? എന്തൊക്കെയാണ് യജ്ഞം എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം? യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നൈകർമ്മസ്ഥജ സാഖ്യസ്യ. സാഖ്യയോഗം കർമ്മം ചെയ്യണം എന്നൊരു ഭാഗത്ത് പറയണു. എല്ലാവരും അവരവരുടെ കർമ്മം ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്, കടപ്പെട്ടവരാണ്. നിവൃത്തി മാർഗക്കാർ പറയണു കർമ്മങ്ങൾ കഴിയുന്നത്ര വിട്ടു നിൽക്കണം, കർമ്മങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. നിഷ്കാമം, നൈഷ്കർമ്മ്യം എന്നാണ്. നിഷ്കാമല്ല കേട്ടോ, നൈഷ്കർമ്മ്യം. ഏറ്റവും കൂടുതൽ കർമ്മം കുറച്ച് നിൽക്കണവരാണ് നിവൃത്തി മാർഗക്കാർ. ഒരു വിവാഹം കഴിക്കണില്ല, സന്തതിയില്ല, വീട് പോലും പാടില്ല. നൈഷ്കർമ്മ്യക്കാർക്ക് വീടില്ല. ഒന്നെങ്കിലോ ആശ്രമം അല്ലെങ്കിൽ കാട്. അത് നേരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, ടാക്സ് അടയ്ക്കുക, വെള്ളക്കരം കൊടുക്കുക, ഇലക്ട്രിസിറ്റി, ഇതൊന്നും പാടില്ല.
ഇപ്പോൾ സന്യാസിമാരുടെ തലയിലില്ലാത്ത ഈ വക കാര്യങ്ങളൊന്നും ഇല്ലാണ്ടോ? പ്ലംബറെ വിളിക്കണം, ഇലക്ട്രിഫിക്കേഷൻ വേണം, അത് വേണം, ഇത് വേണം, ക്യാമറ അടക്കം ഫിറ്റ് ചെയ്യണം. പിന്നെ എന്താ ആശ്രമെന്ന്? ആശ്രമത്തിൽ എവിടെ ക്യാമറ? നിങ്ങൾ CCTVയുടെ നിരീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞാൽ അത് ആശ്രമമല്ല, ഉറപ്പായിട്ടുമല്ല എൻ്റെ അഭിപ്രായത്തിൽ. ഈ വക കെട്ടുപാടുകളിൽ നിന്നൊക്കെ മുക്തമാവണം. ഒരു ഓല കൊണ്ട് കെട്ടിയുണ്ടാക്കിയിട്ടൊരു ചെറിയ സ്ഥലം ആവാം, അതിൽ നിലവിളക്ക് കത്തിക്കുക, വേണമെങ്കിൽ കറണ്ട് വരെ ആവാം. വെള്ളവും നമുക്ക് കൂടാതെ കഴിയില്ലല്ലോ. അതിലപ്പുറത്തേക്കുള്ള ഒരു സെറ്റപ്പും ആശ്രമത്തിൽ പാടില്ല. അത് ആശ്രമമല്ല, വീടായി, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ആയി. ഇതിനാണ് ശരിക്കും നിഷ്കാമകർമ്മം. തനിക്ക് വേറെ കർമ്മങ്ങളൊന്നുമില്ല, നേരം വിളിച്ചായ പരോപകാരത്തിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുകയും ചെയ്യാം കേട്ടോ, അത് ചെയ്യാം, വിരോധമില്ല. സ്വന്തം കാര്യത്തിന് ഒരു കർമ്മവും ചെയ്യാത്തതിനാണ് നൈഷ്കർമ്മസ്യ, കർമ്മം ചെയ്യണ്ട. അപ്പോൾ ചില ആൾക്കാർ വിവാഹം കഴിക്കണു, വീട് കെട്ടണു, കൃഷി ചെയ്യണു, ബിസിനസ് നോക്കണു, ജോലി ചെയ്യണു. അത് തെറ്റാണോ? അത് തെറ്റല്ല, അത് കർമ്മമാർഗമാണ്, അതും ശരിയാണ്. രണ്ടും രണ്ട് മാർഗമാണ്. ഇതൊന്ന് വേർതിരിച്ച് പറഞ്ഞു തരണം. ഏതാണ് ശരി? കർമ്മം ചെയ്യലോ കർമ്മം ചെയ്യാണ്ടിരിക്കലോ? ഉത്തരം എന്താ? രണ്ടും ശരിയാണ്. രണ്ട് മാർഗം ഈശ്വരനിലേക്ക് എത്താൻ, അത്രയേ ഉള്ളൂ. കർമ്മത്തിൽ ഇടപെടേണ്ടവർക്ക് അങ്ങനെ ഈശ്വരനിലെത്താം. കർമ്മം ഉപേക്ഷിച്ചിട്ടാണ് സൗകര്യം തോന്നണത് എങ്കിൽ അങ്ങനെ എത്താതെ അവരവരുടെ സൗകര്യമാണ്. അപ്പോൾ അതാണ് ഇവിടെ ചോദ്യത്തിൻ്റെ അടിസ്ഥാനം. എന്താണെന്നും കൂടി അറിഞ്ഞിരുന്നാൽ ആണല്ലോ. നൈഷ്കർമ്മസ്യ സാഖ്യയോഗം എന്ന് പറഞ്ഞാൽ ജ്ഞാനയോഗം. തന്ത്രം വാ ഭഗവസ്മൃതം പാകണ്ഠപദവൈഷമ്യം പ്രതിലോമ നിവേശനം ജീവസ്യ ഗതയോയാശ്ചയാവതിർഗുണകർമ്മജ. പാഖണ്ഡ മതം എന്ന് പറഞ്ഞാൽ നിരീശ്വര മതം. ഭാരതത്തിൽ അതും ഉണ്ട് കേട്ടോ. ഭാരതീയ ഭാഗത്തിലത്തെ ഒരു ഭാഗം തന്നെയാണ് സനാതനത്തിൽ നിരീശ്വരവാദം. ഈ ഈശ്വരനിലോ കഥകളിലോ പുരാണത്തിലോ രൂപത്തിലോ ഒന്നും അവർ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഏതോ ഒരു സൂപ്പർ നാച്ചുറൽ ശക്തി ഉണ്ട്, പ്രകൃത്യാതീത ശക്തി മാത്രമേ ഉള്ളൂ. അവരും ചിലപ്പോൾ മെഡിറ്റേറ്റൊക്കെ ചെയ്യും, പക്ഷേ രൂപത്തെ ധ്യാനിക്കില്ല. ആ ഈശ്വരൻ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നു എന്നും വിശ്വസിക്കില്ല. ഈശ്വരനേ ഇല്ല. പക്ഷെ അവർ മെഡിറ്റേറ്റ് ചെയ്യാം, മനസ്സിനെ മാത്രം നോൺ റിലീജിയസ് ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേഷൻ ഉണ്ട്, അത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മാത്രം. ദൈവത്തിനെ അല്ല ധ്യാനിക്കണം, എന്തിനെ വേണമെങ്കിലും ധ്യാനിക്കാം എന്ന രീതിയിൽ ഒരു ആരോഗ്യചിട്ട എന്ന നിലയ്ക്ക് രൂപത്തെ അല്ലാതെ ധ്യാനിക്കുക. അപ്പോൾ ഈ ബ്രഹ്മകുമാരീസൊക്കെ അതിൽപ്പെട്ടതാണ്. നിരീശ്വരവാദം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സ്വരൂപത്തെ അല്ല ധ്യാനിക്കുന്നത്. ഒരു രൂപമല്ല അത്രേ ധ്യാനിക്കണം എന്നാണ് കേട്ടിരിക്കണം കേട്ടോ. തിരിച്ചു പറഞ്ഞാൽ എനിക്ക് പറയാൻ അറിയില്ല. സ്വരൂപത്തെ ധ്യാനിക്കുന്നില്ല ബ്രഹ്മകുമാരീസ് എന്നാണ് പറയുന്നത്. ഒരു ആത്മീയവാദികളാണ്. അപ്പോൾ നിരീശ്വരവാദം ഈശ്വരവാദം എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് വ്യത്യാസപ്പെട്ട രണ്ടൊന്നുമല്ല. ഭൗതികമായിട്ട് എന്താണ് ആ ഈശ്വരനിൽ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്കറിയണം. ഈശ്വരവിശ്വാസം ഉള്ളവരുടെ ഗതി എന്ത്, ഈശ്വരനെ വിശ്വസിക്കാത്തവരുടെ ഗതി എന്ത്, അതാണ് പാഖണ്ഡപദ വൈഷമ്യം. അവർക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് പാഖണ്ഡമതം നല്ല മതമല്ല എന്ന് പറഞ്ഞ് ഈശ്വരവിശ്വാസം ഉത്തമം എന്ന് പറയാം. അതിൻ്റെ കാരണങ്ങളാണ് ഇവിടെ ചോദ്യം. അതൊന്ന് പറഞ്ഞു തരണം, അറിയേണ്ടതാണ്. അങ്ങനെയൊക്കെ വിശ്വസിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം പറയുന്നുണ്ട്. പ്രതിലോമ നിവേശനം. പാഖണ്ഡന്മാരുടെ ആ ഉൽപ്പത്തി ബുദ്ധമതമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ചിലർ പറയിട്ടോ. പക്ഷേ ബുദ്ധൻ ഈശ്വരവിശ്വാസി ആയിരുന്നു എന്നല്ലേ നമ്മൾ കേൾക്കണം. എന്താ അറിഞ്ഞൂടാ. ജീവസ്യ ഗതയോ യാശ്ച യാവതീർ ഗുണകർമ്മജ. മരിച്ചുപോയ ജീവന്മാരുടെ ഗതി എന്താണ്? ചില ആൾക്കാർ പറഞ്ഞു യാതൊന്നുമില്ല, മരിച്ചത് ശരീരം സംസ്കരിച്ചതോട് കൂടി കഴിഞ്ഞു എന്ന്. വേറെ ചിലർ പിതൃകർമ്മം ചെയ്യണു, പിതൃലോകത്തിലേക്ക് കൊണ്ടുപോകണു,
ആവാഹിച്ച് അതിനെ ഇങ്ങടന്നെ കൊണ്ടുവന്ന് യഥാസ്ഥാനത്ത് ഉദ്ധസിക്കണു. ചിലർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ലേ? ഇതിലത്തെ ഏതാണ് ശരി? അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം വിട്ടാൽ പിന്നെ ആ ആത്മാവിനെ അച്ഛനെന്നോ അമ്മയെന്നോ മകനെന്നോ യാതൊരു ഭാവവും ഇല്ല. ശരീരത്തിലിരിക്കുന്നിടത്തോളേ ഉള്ളൂ. അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനെ നോക്കൂ, അമ്മയെ നോക്കൂ, മക്കളെ നോക്കൂ. മക്കളെ നോക്കണം, അവരെ സന്തോഷിപ്പിക്കുക, മനോവേദന കൊടുക്കാതെ ഇരിക്കുക. അത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. മരിച്ചിട്ട് ഒരച്ഛന് 4 ചെറുവിളെ വെള്ളം എറിഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല. യഥാർത്ഥ ആത്മീയം അങ്ങനെയാണ്. ചിത്രകേതുവിൻ്റെ കഥ, ആത്മദേവൻ്റെ കഥയൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മരിച്ച ആത്മാവിനെ ആവാഹിച്ച് ചിത്രകേതു എന്ന രാജാവിനോട് ആത്മാവ് പറയുന്നുണ്ട്, ഞാൻ അച്ഛനല്ല, മകനല്ല, എനിക്ക് മകനില്ല, ഭാര്യയില്ല, ആരുമില്ല, ആത്മാവിന് ഇതൊന്നും ബാധകമല്ല എന്ന് വ്യക്തമായി പറയുന്ന ചിത്രകേതു ഉപാഖ്യാനം സപ്താഹത്തിൽ 3-ാമത്തെ ദിവസം വരുന്ന ഭാഗം വായിച്ചവർക്ക് ഷാത്തോട്ടലിൽ വലിയ ഒരു കാര്യമൊന്നും കാണില്ല. അച്ഛൻ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോഴേ ഉള്ളൂ. ജീവിച്ചിരിക്കുമ്പോഴാണ് അച്ഛനമ്മമാരോടുള്ള കടപ്പാട് നിറവേറ്റേണ്ടത്. മരിച്ചിട്ടൊന്നും ചെയ്യാനില്ല. ശരീരത്തെ സംസ്കരിക്കുക, അത് ഒരു വിധിപ്രകാരം വേണമെന്ന് പറയണു, അതിൽ അപ്പുറമൊന്നുമില്ല. അതെന്താ വെച്ചാൽ എല്ലാവരും ചെയ്യണത് നമ്മൾ ചെയ്യണം, അത്രയേ ഉള്ളൂ. ഒരു ജീവിയെ കൊണ്ടേ കുഴിച്ചിടുന്ന പോലെ അല്ലല്ലോ മനുഷ്യനെ ചെയ്യേണ്ടത് എന്ന് മാത്രം. പിന്നെ അതിന് ശേഷം ചിലർ പറയുന്നുണ്ട് 1 വർഷത്തെ ശ്രാദ്ധം ഊട്ടാം. 1 വർഷക്കാലം ശ്രാദ്ധം ഊട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ആത്മാവ് വേറൊന്നായി മാറാൻ എടുക്കുന്ന സമയമാണ്. അപ്പോൾ അതിനുള്ള നരക ദുഃഖം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യണത് ശരിക്ക് തെറ്റാ. എന്താ കാരണം? കൊല്ലം തികഞ്ഞ് ചാത്തോട്ടാനല്ല പറഞ്ഞിരിക്കണത്. അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. 1 വർഷം മുഴുവൻ നമ്മൾ ദീക്ഷ വരിക്കണം. 1 വർഷം മുഴുവൻ നമ്മൾ ദീക്ഷ വരിക്കണം അച്ഛന് വേണ്ടിയിട്ട്, മരിച്ചവർക്ക് വേണ്ടിയിട്ട്. 1 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, പിന്നൊന്നും ആവശ്യമില്ല. കാരണം ഒന്നുകിലോ മുക്തി കിട്ടും, അല്ലെങ്കിൽ വേറെ ജനിക്കും. രണ്ടിനും നമ്മൾ ചാത്തോട്ടണ്ട. പക്ഷെ 1 കൊല്ലം നമ്മൾ ദീക്ഷ ഇരിക്കാനാണ് പറയണത്. എന്നാലേ അവർക്ക് ആ നരക ദുഃഖം കുറയുള്ളൂ. അതൊന്നും ചെയ്യാണ്ട് നമ്മൾ 4 ആളെ ഒപ്പിക്കാൻ ചാത്തോട്ടണേൽ എന്താ അർത്ഥം? ദീക്ഷയിരിക്കാൻ ഇന്നത്തെ കാലത്ത് പറ്റുമോ? പ്രായോഗികമായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ചാത്തോട്ടലിന് അർത്ഥമില്ല എന്നേ ഉള്ളൂ. ചെയ്തത് തെറ്റാണ് എന്നില്ല. 1 കൊല്ലം മാത്രമേ ഈ ആത്മാവിനെ നമുക്ക് ബാധകളുള്ളൂ. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള അഭിപ്രായം. മറ്റൊക്കെ തെറ്റാണ്. ആ പേര് പറഞ്ഞ കൊല്ലത്തിലൊരിക്കൽ കൂടുന്നത് ഒരു മഹാപരാധമൊന്നുമല്ല. പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല എന്നേ പറഞ്ഞുള്ളൂ. അവിടെ ജീവസ്യ ഗതയോ ചോദ്യം. യാശയാവതീർ ഗുണകർമ്മജ ധർമാർത്ഥകാമ മോക്ഷാണാം നിമിത്താന്യ വിരോധത. പുരുഷാർത്ഥങ്ങൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇവയുടെ യഥാർത്ഥ സ്ഥിതി എന്താണ്? വാർത്തായ ദണ്ഡനീതേച്ച സുതസ്യാച്ച വിധിം പൃഥക്ക്. വാർത്ത എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ തൊഴിൽ എന്നർത്ഥമാണ്. തൊഴിൽ, എന്തൊക്കെ തൊഴിലൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാം? വേദത്തിൽ പറയപ്പെട്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഇഷ്ടാപൂർത്തസ്യ, ഇഷ്ടം പൂർത്തം എന്ന് പറഞ്ഞാൽ യാഗാദികൾ, കുളം, കിണർ മുതലാടുത്ത് കുഴിപ്പിക്കുക, വൃക്ഷങ്ങൾ വയ്ക്കുക, അതൊക്കെ ഇഷ്ടാപൂർത്തസ്യ. പൂർത്തസ്യ എന്ന് പറഞ്ഞിട്ടുള്ള കർമ്മമാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഏകാദശി, നാമം ജപിക്കൽ, ഇതൊക്കെയാണ്. അപ്പോൾ അവയുടെ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരണം. ദാനസ്യ തപസോ വാബി യച്ച് ഇഷ്ടാപൂർത്തയോ, ഇഷ്ടം പൂർത്തം, ഇഷ്ടാപൂർത്തയോ, പൂർത്തം ഇഷ്ടം, 2 തരത്തിൽ സൽക്കർമ്മങ്ങളെ തിരിക്കും. ഒന്ന് അവനവൻ ചെയ്ത ഗുണം അവനവന് മാത്രമല്ല കിട്ടുള്ളൂ, അതാണ് പൂർത്തം. നമ്മൾ ചെയ്ത ഗുണം നമുക്ക് മാത്രം കിട്ടിയാൽ അതിനാണ് ഇഷ്ടം. നാമജപം, ഏകാദശി, ഇതൊക്കെ വേറെ ആൾക്ക് വേണ്ടി നമ്മൾ ഏകാദശി നോറ്റിട്ട് ഒരു കാര്യമില്ല, യാതൊരു കാര്യമില്ല. ഷഷ്ടിയാവട്ടെ ഏകാദശിയാവട്ടെ നമുക്ക് ചെയ്താൽ നമുക്ക് ഗുണം കിട്ടും. പക്ഷേ ഒരു കിണർ കുഴിച്ചാലോ 20 ആൾക്കാർക്ക് അതിൻ്റെ ഗുണം കിട്ടുക. നമ്മുടെ തൊടിയിൽ കുഴിക്കണ കിണറല്ല ഇവിടെ പറയണം കേട്ടോ.
പഞ്ചായത്ത് കിണർ പൊതുവായിട്ട് വെള്ളം എടുക്കാൻ കിണർ കുഴിക്കലൊരു നല്ല സൽക്കർമ്മമാണ്. അത് എല്ലാവർക്കും ഗുണം കിട്ടുന്നുണ്ട് ഇല്ലേ? നമുക്കും കിട്ടും. നമുക്ക് മരണശേഷം അതിൻ്റെ പുണ്യ കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് പൂർത്തം. രണ്ട് കൂട്ടർക്കും ഗുണമുണ്ട്. നമ്മൾ ചെയ്ത സൽക്കർമ്മത്തിൻ്റെ ഗുണം മറ്റൊരാൾ അനുഭവിച്ചാൽ അത് പൂർത്തവും, നമ്മൾ മാത്രമാണ് അനുഭവിക്കുന്നതെങ്കിൽ അത് ഇഷ്ടവും. മകന് വേണ്ടി ഏകാശി നോൽക്കരുത്, അതുകൊണ്ട് ഒരു കാര്യമില്ല. മകന് വേണ്ടി മകൻ തന്നെ ചെയ്യണം, നാമം ചോദിക്കണം. അച്ഛനും അമ്മയും ചെയ്ത് ഒരു കാര്യമില്ല. പ്രാർത്ഥിക്കാം, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലാണ്ട് മറ്റു കർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. അതിനാണ് ഇഷ്ടം എന്ന് പറയുക. ഏന വാ ഭഗവാൻ തുഷ്യേ ധർമ്മയോനി ജനാർദ്ദനാ സംപ്രസീദതി വാ യേഷാം ഏറദാക്യാഹി ച അനഘ. അലയോ പാപമില്ലാത്തവനെ, ദേശാന്തരത്തിൽ മനുഷ്യന്മാർ എല്ലാം ഉപേക്ഷിച്ച് സഞ്ചരിക്കുന്നു എന്ന് കേൾക്കണു. എന്താണ് അതിൻ്റെയൊക്കെ ഒരു സത്യം? അതിൽ വല്ല കാര്യമുണ്ടോ? എല്ലാം എന്നോട് പറയണം. അനുപ്രധാനാം ശിഷ്യാണാം പുത്രാണാം ച ദ്വിജോത്തമാനാ പൃഷ്ടം അഭിപ്രൂയർ ഗുരവോ ദീനവത്സല. നല്ല ഗുരുക്കന്മാർ ശിഷ്യന്മാരോട് എല്ലാതും പറയാറുണ്ടല്ലോ. ചോദിക്കാത്തതും കൂടി പറയും, ചോദിച്ചതും പറയും, ചോദിക്കാത്തതും പറയും. അതുകൊണ്ട് ഞാനെല്ലാം അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, അറിയേണ്ടതൊക്കെ എനിക്ക് പറഞ്ഞു തരയണമേ. തത്വാനാം ഭഗവൻ തേഷാം കഥിത പ്രതിസംക്രമ തത്രേപം കൗബാസീരൻ കൗ അനുശേരതേ. ഭഗവൻ എന്നാണ് ഗുരുവിനെ വിളിക്കുന്നത്. ഗുരു ഈശ്വരനും ഒന്ന് തന്നെയാണ്. തത്വങ്ങളായ കൂട്ടത്തിൽ പ്രതിസംക്രമ എന്ന് പറഞ്ഞാൽ ലയം എന്നർത്ഥം. പ്രതിസംക്രമം ലയം, സൃഷ്ടി സംഹാരം എന്നുള്ള ആ സംഹാരമാണ് ലയം. ശരിക്കും ഒന്നും ഇല്ലാണ്ടാവണില്ലല്ലോ, ഒന്നിൽ പോയിട്ട് ലയിക്കുകയേ ചെയ്യണുള്ളൂ. കഥിത എത്ര വിധത്തിലാണ്? പ്രളയം 4 തരത്തിലാണ് എന്ന് പറയണോ? അവിടെ പറയാം 4 തരത്തിലാണ്. അതാണ് ഇവിടെ പ്രളയം എത്ര തരത്തിലുണ്ട്. തത്ര അതിൽ ഏതെല്ലാം ഭഗവാനെ ഉപാസിക്കുന്നതാണ്. ഉസിത് ഏതെല്ലാം ഭഗവാനെ ലയത്തെ പ്രാപിക്കും. 4 തരത്തിലുള്ള പ്രളയങ്ങളെക്കുറിച്ചാണ് ചോദ്യം. ഇത്തരം 12 സ്കന്ധത്തിലാണ് പറയണത്. പുരുഷത്വജ സംസ്ഥാനം സ്വരൂപം വാ പരസ്യജ ജ്ഞാനം ജനേകമം എത്തൽ ഗുരുശിഷ്യ പ്രയോജനം. ഇവിടെ മൈത്രേയരോട് ചോദിക്കുന്നത് ഉത്തരം എങ്ങനെയാണ് 12 വരെ. 12 മൈത്രേയരില്ല കേട്ടോ. മൈത്രേയം ഈ ചതുർത്ഥ സ്കന്ധത്തോടു കൂടി കഴിഞ്ഞു. ഉത്തരം അവിടെ പറയണമെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. മൈത്രേയരല്ല പറയണം. മൈത്രേയരുടെ പറയലൊക്കെ ചതുർത്ഥ സ്കന്ധം കഴിയണ വരേക്കേ ഉള്ളൂ. ഈ ചോദ്യങ്ങളൊക്കെ എല്ലാതും മൈത്രേയർ പറയണില്ല. കുറേയൊക്കെ പറയുന്നുണ്ട്, ഒരു 90% പറയുന്നുള്ളൂ. ചിലത് പറയാത്തത് ശുഖമഹർഷി ദാശസ്കന്ധത്തിൽ പറയണമെന്ന് വേണം പറയാം. പ്രളയത്തെ പറ്റി അവിടെയാണ് വ്യക്തമായിട്ട് പറയണത്. വേറെ എവിടെയും അതിൻ്റെ പ്രളയങ്ങളുടെ 4 പേരെടുത്ത് പറയണില്ല. എന്തോ ആവട്ടെ. നിമിത്താനി ച തസ്യേക പ്രോക്താന്യ അനഘസൂരിഭി സ്വതോജ്ഞാനം കുതപ്പും താം ഭക്തിർ വൈരാഗ്യമേവച്ച. ജ്ഞാനം പറയണം, ഭക്തി പറയണം, വൈരാഗ്യം പറയണം. ഇതിനെക്കുറിച്ചൊക്കെ പറയാം. ജ്ഞാനവും വൈരാഗ്യവും ഭക്തിയും ഒക്കെ വ്യത്യാസങ്ങൾ എന്താ ചെയ്യും? ഭക്തി പലർക്കുപ്പെന്ന് വളരെയധികം ഉണ്ട്. വൈരാഗ്യം ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ 1 or 2 ആൾക്കുണ്ടാവും. കാരണം ഒക്കെ പോണത് എന്തിനാ അറിയോ? കാര്യസാധ്യത്തിനാണ്. ലോകകാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഭഗവത് ഉപാസന ചെയ്യുന്നവർ വൈരാഗ്യമില്ലാത്തവരാണ്. വൈരാഗ്യം ഇല്ലാത്തവർക്ക് മുക്തിക്ക് അർഹത ഇല്ല. പുനർജന്മം അവർക്കുണ്ടാവും. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാൽ ഭക്തി, ജ്ഞാന, വൈരാഗ്യം. വൈരാഗ്യത്തോടു കൂടിയുള്ള ഭക്തിക്ക് ശാശ്വത പ്രതിഷ്ഠയുള്ളൂ. അവരെവിടെയും പോകുന്നില്ല, ഭഗവാനോടൊന്നും ചോദിക്കുന്നില്ല, കാര്യസാധ്യത്തിന് വേണ്ടി ഭഗവാനെ ഉപാസിക്കുന്നില്ല. പിന്നെ എന്തിനാ ഉപാസിക്കണം? മനസ്സിന് സമാധാനം കിട്ടാനും പുനർജന്മം ഇല്ലാതാവാനും മാത്രം. 2 ലക്ഷ്യം അവർക്കുള്ളൂ. ഒന്ന്, പുനർജന്മം ഇല്ലാണ്ടിരിക്കണം. കാരണം എല്ലാ ദുഃഖത്തിനും ശാശ്വത വിരാമം ഇടണം. തൽക്കാല വിരാമം ഇട്ടാൽ പോരാ. കാര്യം എന്താ വെച്ചാൽ അത് വെറും താൽക്കാലിക. ഒരു ഉണ്ണിയുണ്ടായ എത്ര കാലം നിലനിൽക്കുക ആനന്ദം? വളരെ കുറച്ചേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ അച്ഛൻ മിണ്ടാണ്ടിരിക്കും, അമ്മ മിണ്ടാണ്ടിരിക്കുമെന്ന് അവർ പറയും. അത് ഉറപ്പാണ്.
അതുവരെയല്ലേ ഉണ്ണിയിൽ നിന്നുള്ള ആനന്ദമുള്ളൂ. ഉണ്ണിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ആ ആനന്ദം കഴിഞ്ഞു. അപ്പോൾ ശാശ്വത പരിഹാരം ജന്മത്തെ ഇല്ലാണ്ടാക്കലാണ്. അതാണ് വൈരാഗ്യം. പിന്നെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മനസ്സമാധാനം വേണം. അതില്ലാണ്ട് വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഇതാണ് വൈരാഗ്യ ഭക്തി. ഒരുപാട് കാര്യങ്ങൾ ഭഗവാനോട് ചോദിക്കുന്നേ ഇല്ല. ഭഗവാനോട് ചോദിക്കണില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് അവർക്കൊന്നും വേണ്ടാന്ന് അർത്ഥമില്ല. ഭഗവാനോട് ചോദിക്കില്ല, വേറെ രീതിയിൽ പരിശ്രമിക്കും. പൈസ വേണം, വേണ്ടപ്പെട്ടവരോട് ചോദിക്കും, ബിസിനസ് ചെയ്യും, കൃഷി ചെയ്യും, ഉണ്ടാക്കും, ഇല്ലെങ്കിൽ ഇല്ലാത്തവരോട് സമാധാനിക്കും. ഉണ്ടായത് അവനവൻ്റെ പ്രവൃത്തി എടുത്തത് ഭഗവാനോട് പറയില്ല. ഭഗവാനോട് അതല്ല പറയേണ്ടത്. ഭഗവാനോട് പറയേണ്ടത് എന്താ? പ്രപഞ്ച വൈരാഗ്യം ഉണ്ടാവണേ, ഇനി എനിക്ക് ജന്മം ഉണ്ടാവരുത്. എത്ര സിമ്പിളായിട്ടാണ് പണ്ടുള്ളവർ പ്രാർത്ഥിക്കുക. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. വസ്ത്രം വേണം, ഭക്ഷണം വേണം, വീട് വേണം, ജോലി വേണം, വിവാഹം കഴിയണം, പറഞ്ഞില്ല. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ നമ്മുടെ അർഹതയ്ക്കനുസരിച്ചിട്ട് നമുക്ക് ആരോഗ്യമോ ധനമോ സുഖമോ കിട്ടും. അർഹതയ്ക്കനുസരിച്ചേ കിട്ടുള്ളൂ. അർഹതയ്ക്കനുസരിച്ച് അല്ലാത്തത് കിട്ടില്ല. അപ്പം എന്തിനാ ചോദിക്കണത് വൃഥാവ്യായാമമാണ്. അതുകൊണ്ട് തന്നെ പേരും നാളും എഴുതിയിട്ട് വഴിപാട് കഴിക്കുന്നത് തന്നെ തെറ്റാണ് എന്നാണ് വിദഗ്ധ അഭിപ്രായം. പേരും നാളും എഴുതിയിട്ട് വഴിപാട് കഴിക്കരുത്. ആയുർ സൂക്ത പുഷ്പാഞ്ജലി തെറ്റ്. ധനം ഉണ്ടാവണം എന്ന് പറയണതും വിവാഹം ഉണ്ടാവണം എന്ന് പറയണതും കഴിച്ച് അങ്ങനെയുള്ള വഴിപാടുകൾ എല്ലാം താത്വികമായിട്ട് തെറ്റാണ്. അങ്ങനെ പറഞ്ഞാൽ നമ്മളെ അമ്പലത്തിൽ കയറ്റില്ല ആൾക്കാർ. അതുകൊണ്ട് ഈ വഴിപാടുകൾ എന്നത് മാറ്റിയിട്ട് എൻ്റെ അഭിപ്രായം ക്ഷേത്രത്തിൽ സംഭാവന എന്നാക്കുക. ഒരു തെറ്റുമില്ല. 1,00,000 അല്ല, 1 കോടി കൊടുക്കേണ്ടവർക്ക് കൊടുക്കാമല്ലോ അമ്പലം നിലനിർത്താൻ. എൻ്റെ കയ്യിൽ 10 റുപ്യയുള്ളൂ, കൊടുക്കാമല്ലോ. ആര് വേണ്ട പറഞ്ഞു? ഇന്ന ക്ഷേത്രം വഴിപാട് റെസീറ്റ് അങ്ങനെയല്ല വേണ്ടത്, സംഭാവന റെസീറ്റ് അതാവാം. കാരണം നമ്മുടെ ധനത്തിലത്തെ ഒരു ഭാഗം ക്ഷേത്രത്തിലേക്ക് കൊടുക്കണം. ഒരു സംശയം അതിലില്ല. അങ്ങനെ ഞാൻ പറയില്ല. അങ്ങനെ പറഞ്ഞാൽ വഴിപാടുകൾ കിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മളതിനൊക്കെ കാരണങ്ങളുണ്ടാക്കി. എന്നിട്ട് ആർക്കെങ്കിലും പ്രശ്നം പരിഹൃതമായിട്ടുണ്ടോ ചോദിക്കട്ടെ. ഞാൻ മംഗല്യ പൂജ കഴിച്ച് വിവാഹം നടന്നു, കുട്ടി ഉണ്ടാവാനോ? കുട്ടി ഉണ്ടായി, കുട്ടിക്ക് അംഗവൈകല്യം ഇല്ലാണ്ടിരിക്കാനോ? അയ്യോ, അവിടെ ഞാൻ പരാജയപ്പെട്ടു കേട്ടോ. പരാജയപ്പെട്ടില്ലേ? അപ്പോൾ അതിനൊക്കെ വഴിപാട് കഴിക്കാൻ പറ്റുമോ ചോദിക്കുകയാണ് ഞാൻ. കുട്ടിക്ക് യാതൊരു അംഗവൈകല്യവും ഇല്ല, പക്ഷേ കുട്ടി പറഞ്ഞാൽ കേൾക്കില്ല. നിങ്ങൾ എന്ത് വഴിപാടാണ് കഴിക്കുക? കുട്ടി പറഞ്ഞാൽ കേൾക്കും, നല്ല കുട്ടിയാണ്, പക്ഷേ അംഗവൈകല്യമുണ്ട്. ഇത് രണ്ടും ഇല്ല, പക്ഷേ കുട്ടിക്ക് മന്ദബുദ്ധിയാണ്. നിങ്ങൾ എന്ത് വഴിപാട് കഴിക്കും? അപ്പോൾ ഇതിനർത്ഥമില്ല എന്നാണ് പറയണത്. നമ്മുടെ പ്രശ്നങ്ങൾ വഴിപാടുകളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പുറപ്പെടരുത്. മൊത്തത്തിൽ എത്ര സംഭാവന വേണമെങ്കിലും അമ്പലത്തിലേക്ക് ചെയ്യണം. ഞാൻ 1 കോടിയെ കൊടുക്കാൻ ഉദ്ദേശം, വളരെ നല്ലത്. സംഭാവന റെസീറ്റ് എന്നും പറഞ്ഞ് ഒരൊറ്റ ഹെഡ് ക്ഷേത്രത്തിൽ പാടുള്ളൂ. രണ്ടാമതൊരു റെസീറ്റ് പാടില്ല. വിദഗ്ധന്മാർ പറയണതാണ്, ഞാൻ പറയണതല്ല. സംഭാവന റെസീറ്റ് ആവാം, കൊടുക്കും വേണം. അങ്ങനെയല്ല വേറെ. അതിപ്പോൾ ഈ മുട്ടിറക്കൽ കാടാമ്പുഴ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഓരോരോ മുട്ട തെറ്റ്. വാഹനമുട്ട്, വിദേശയാത്രാമുട്ട്, ഗൃഹനിർമ്മാണമുട്ട്, ആരോഗ്യമുട്ട്, എല്ലാം തെറ്റാണത്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, മുട്ടിറക്കാം. അത് അവിടുത്തെ വഴിപാടാണ്. കാരണം ഈ തേങ്ങ ഉടയ്ക്കുമ്പോൾ അതിനൊരു ശക്തിയുണ്ട്. മുട്ടിറക്കലിനെ ഞാൻ ചോദ്യം ചെയ്യില്ല. പക്ഷെ അത് എങ്ങനെയായിരിക്കണം? ഉദ്ദേശപ്രകാരം ആവരുത്. ഞാൻ കാളാമ്പുഴ ദേവിക്ക് ഒരു മുട്ടിറക്കുകയാണ്, വളരെ നല്ലത്, എൻ്റെ എല്ലാ ദോഷങ്ങളും തീരണേ എന്നും പറഞ്ഞിട്ടൊരൊറ്റ
ഒറ്റ മുട്ടറക്കുക. 108 നാളികേരം ചാക്കിലേറ്റി നിന്ന് അത് മുഴുവൻ മുട്ടുന്നത് വരെ പിന്നിൽ ക്യൂ നിൽക്കണവരെ ഉപദ്രവിക്കുന്നതാണ്, പരദ്രോഹമാണ് അത്തരം മുട്ടുകൾ. പരദ്രോഹമാണ്, അത് വഴിപാടല്ല. എന്തായാലും ഞാൻ അവിടെ നീട്ടുന്നില്ല, പറയാൻ പുറപ്പെട്ടാൽ കുറേ പറയാണ്ട്. സ്വോദ്ദേശമല്ലാത്ത ഭക്തിയാണ് യഥാർത്ഥ വൈരാഗ്യ ഭക്തി. അതുകൊണ്ട് എല്ലാം ഉണ്ടാവണതുണ്ടാവും, അല്ലാത്തുണ്ടാവില്ല. ഈ ലിസ്റ്റ് നീട്ടലൊന്ന് നിർത്തുക. ഏതാത്മേ പൃച്ഛത പ്രശ്നാൻ ഹരേ കർമ്മ വിത്സയ ബ്രൂഹിമേജ്ഞസ്യ മിത്രത്ത അജയ നഷ്ടചക്ഷുഷ. അറിവില്ലായ്മ കൊണ്ട് ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു, എല്ലാറ്റിനും മറുപടി പറയണമേ. സർവേ വേദാഞ്ച യജ്ഞാച്ച തപോദാനാനി ചാനക ജീവാഭയപ്രദാനസ്യ ന കുർവീരൻ കലാമഭി. കലിയുഗത്തിൽ ജീവന്മാർക്ക് അഭയം നൽകുന്ന വിഷയങ്ങളാണ് ഞാൻ ചോദിച്ചത്. വെറുതെ കുറേ ചോദ്യങ്ങൾ ചോദിക്കലല്ല, അതുകൊണ്ട് മറുപടി എല്ലാറ്റിനും പറയണമേ. ശ്രീശുക ഉവാച സൈത്തമാപൃഷ്ടപുരാണ കൽപ്പക്കുരുപ്രധാനേന മുനിപ്രധാന പ്രവൃദ്ധകക്ഷോ ഭഗവത്കഥായാം സഞ്ജോതിദത്തം പ്രഹസന്നിവാഹ. പ്രകാരം ചോദിക്കപ്പെട്ടതായിരിക്കുന്ന മൈത്രേയ മഹർഷി സന്തോഷത്തോടു കൂടിയിട്ട് ഭഗവത് കഥയും മാഹാത്മ്യവും പറയാൻ തുടങ്ങി. പുഞ്ചിരിയോട് കൂടിയിട്ട് പറയാൻ തുടങ്ങി എന്നും പറഞ്ഞ് അധ്യായം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഈ അധ്യായത്തിൻ്റെ പാരായണം അടുത്ത ഭാഗത്തിൽ നോക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോതി യദ്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.